Konnichiwa minasan, welcome back to another video. നമ്മൾ നോക്കാൻ പോകുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് നോവലായിട്ടുള്ള ദി ലോർഡ് ഓഫ് ദി മിസ്റ്ററീസിന്റെ ആനിമി അഡാപ്റ്റേഷന്റെ എക്സ്പ്ലനേഷൻ ആണ്. കൃത്യമായി പറഞ്ഞാൽ മലയാളം എക്സ്പ്ലനേഷൻ. പേര് പോലെ തന്നെ ഒത്തിരിയധികം മിസ്റ്ററീസ് അടങ്ങിയിട്ടുള്ള ഒരു സീരീസ് ആണിത്. അതുകൊണ്ട് തന്നെ ഇത് പലർക്കും ഒന്നും മനസ്സിലായിട്ടുണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ലോർഡ് ഓഫ് മിസ്റ്ററീസ് കാണുന്ന എല്ലാ കൂട്ടർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അങ്ങനെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരാൾ പറയുന്നുണ്ട്, ബിയോണ്ടേഴ്സിന്റെ ലോകത്ത് മനുഷ്യർക്ക് ബിയോണ്ടേഴ്സിന്റെ എബിലിറ്റീസ് കിട്ടുന്നതാണ്. അതിനായിട്ട് അവർ കുറച്ച് പോർഷൻസ് കഴിക്കണം. ഡിവിനിറ്റിയിലേക്ക് 22 പാത്വേസ് ആണ് ഉള്ളത്. അത് തുടങ്ങുന്നത് സീക്വൻസ് 9 നിന്നാണ്. സീക്വൻസിന്റെ എണ്ണം കുറയുന്തോറും ബിയോണ്ടേഴ്സിന്റെ എബിലിറ്റീസ് കൂടുന്നതാണ്. ഏറ്റവും ശക്തരായ സീക്വൻസ് ഉള്ള ബിയോണ്ടേഴ്സിന് ദൈവത്തിന് തുല്യമായ ശക്തികൾ കിട്ടുന്നതാണ്. ഇതിനെ അവർ വിളിക്കുന്നത് ദി പാത്ത് ഓഫ് ദി ഡിവൈൻ എന്നാണ്. എന്നിട്ട് നമ്മൾ പോകുന്നത് 1349 സെപ്റ്റംബർ 9 ടിങ്കൻ സിറ്റിയുടെ അവസാന ദിവസത്തിലേക്കാണ്. അവിടെ ഒരു ചർച്ചിലാകട്ടെ ഒരു സ്ത്രീ കടന്ന് കരയുന്നുണ്ടായിരുന്നു. കാര്യം അവൾക്ക് പ്രസവ വേദനയായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അവളുടെ വയറുകൾ പൊട്ടിത്തെറിച്ച് അതിൻ്റെ പുറത്തൊഴുകി കുറച്ചധികം മോൺസ്റ്റേഴ്സിൻ്റെ കാലുകൾ വരുന്നുണ്ട്. പെട്ടെന്നായിരുന്നു ആ ഒരു മോൺസ്റ്റേഴ്സിനെ ഫൈറ്റ് ചെയ്യാൻ ഒരാൾ അവിടേക്ക് വരുന്നത്. ഈ ലോകം ശൂന്യമാണ്, പ്രശ്നങ്ങൾ ശാശ്വതമാണ്, ദൈവങ്ങൾ അനുഗ്രഹം നൽകുന്നുണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ അഴിമതിയും തെറ്റുകളും ഇരുട്ടും നൽകുന്നു. ആ സ്ട്രഗിൾസിലൂടെ ആർക്കും അറിയാത്തവൻ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. അവനാണ് ദൈവദൂഷണത്തിന്റെ കുറ്റം വഹിക്കുന്നവൻ. അതുകൊണ്ട് തന്നെ എല്ലാം സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ വംശത്തിനെ ഞാൻ ഇവിടേക്ക് ക്ഷണിക്കുന്നുവെന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ഒരാൾ പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴാണ് നമ്മുടെ നായകനെ കാണിക്കുന്നത്. പുള്ളിക്കാരനായിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് വീഴുമായിരുന്നു. അവൻ്റെ തല നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ്റെ തലയുടെ അകത്തൂടെ എന്തൊക്കെ കയറി മറിഞ്ഞുകൊണ്ട് അവൻ കണ്ണ് തുറക്കാൻ നേരത്ത് മറ്റൊരു സ്ഥലത്താണ് ഇരിക്കുന്നത്. അതെവിടെയാണെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു. അന്നേ ദിവസം എന്ന് പറയുന്നത് ജൂൺ 28, 1349 ടിങ്കൻ സിറ്റി മരിക്കുന്നതിന് 2 മാസം മുമ്പ്. ഇതെന്താണ്, ദുസ്വപ്നം വല്ലവായിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് അവൻ നേരെ മേശയിലേക്ക് നോക്കാൻ നേരത്താണ് ആ ഒരു ഗൺ അവൻ കാണുന്നത്. പെട്ടെന്ന് തന്നെ പേടിച്ച് ബാക്കിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് അവൻ്റെ തല നന്നായിട്ട് തന്നെ വേദനിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ കണ്ണാടിയിലേക്ക് നോക്കിയപ്പോഴാണ് ഒരു കാര്യം അവന് മനസ്സിലായത്. അതവനല്ല, ക്ലെൻ മോർട്ടി. അതാണ് ഞാൻ. അല്ല, ഇതാരുടെ മെമ്മറീസാണ്? ഇതാരുടെ ശരീരമാണ്? ഞാനിതെവിടേക്കാണ് വന്നത്? എന്നിട്ട് അവൻ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഡയറി വായിക്കുന്നുണ്ട്. ക്ലെൻ മോർട്ടി ടിങ്കൻ സിറ്റിയിലെ ഒരു ഹിസ്റ്ററി ഗ്രാജുവേറ്റ് ആണ്. ജൂൺ 20 ഈ ബുക്ക് കിട്ടുന്നത്. അതും ആൻറ്റിഗേൾസ് ഫാമിലിയിൽ നിന്ന്. ജൂൺ 21, 22, 25 തീയതികളിൽ ബ്ലാക്ക് എംപറർ ട്യൂഡർ ഡൈനസ്റ്റിനെ പറ്റിയാണ് സംസാരിച്ചിട്ടുള്ളത്. ജൂൺ 26 എല്ലാം സത്യമായിരുന്നു. ജൂൺ 27 ഒന്നും എഴുതിയിട്ടില്ലല്ലോ. ജൂൺ 28 ഇന്ന്. സോ ജൂൺ 27 ആ ഒരു ഗൺ അവൻ ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് തന്നെ ആ ബുക്കിൻ്റെ പേജ് മറിയാൻ തുടങ്ങും. എന്നിട്ട് ഒരു വാക്ക് വരുന്നുണ്ട്, എല്ലാവരും മരിക്കും, ഞാനും ആ കൂട്ടത്തിൽ മരിക്കും. പെട്ടെന്നായിരുന്നു ക്ലെൻ എന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ സിസ്റ്റർ അതിൻ്റെ അകത്തേക്ക് കയറി വരാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ അവൻ എല്ലായിടത്തും മാറ്റുന്നുണ്ട്. ഈ സമയത്ത് അവൾ ചോദിക്കുന്നുണ്ട്, നീ ഇത് എന്ത് ചെയ്യുമായിരുന്നു? അല്ല, ഞാൻ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇടുമായിരുന്നു. എന്നിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്താട്ടെ അവൻ അതെല്ലാം വൃത്തിയാക്കുന്നുണ്ട്. ഇത് ക്ലെന്നിൻ്റെ ഒരു സൂയിസൈഡ് ആയിരുന്നു, അതോ ഒരു കൊലപാതകമായിരുന്നു? എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എല്ലാം ആ ഏൻഷ്യൻ ബുക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ ജോലി കഴിഞ്ഞ് ഒരു റിച്വൽ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഞാൻ ഇവിടെയാണുള്ളത്. പെട്ടെന്ന് അവൾ വീണ്ടും അകത്തേക്ക് കയറി വരുന്നുണ്ട്. എന്താ, നീ വീണ്ടും കിടന്നുറങ്ങിയ? ഇന്നാ ഈ ബ്രെഡ് കഴിച്ചോ? എന്തായാലും നീ പുറത്ത് പോയി കുറച്ച് ബ്രെഡ് മേടിക്കണം. 8 പൗണ്ട് മതി, കൂടുതലൊന്നും മേടിക്കൊന്നും വേണ്ട. ഞാൻ എന്തായാലും സ്കൂളിലേക്ക് പോകുവാണ്. പിന്നെ ഞാനിന്ന് വരാൻ നേരത്ത് കുറച്ചധികം ലേറ്റ് ആകും. വന്നു കഴിയുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ. അവളുടെ പേര് മെലീസ എന്നായിരുന്നു. മെലീസ, നീ എന്നോട് ക്ഷമിക്കുക. നീ തിരിച്ചു വരുമ്പോൾ ഞാനിവിടെ കാണുന്നതല്ല. എന്നിട്ട് അവൻ ബ്രെഡ് മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു കടയിൽ കയറി അവൻ ബ്രെഡ് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്. അവനെ ആരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കി അവൻ ഓടി ഒരു ടെൻറ്റിൻ്റെ അകത്തേക്ക് കയറുവാണ്. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, നീ ഇവിടെ വന്നിരിക്കൂ, ഞാൻ നിന്റെ പാസ്റ്റും ഫ്യൂച്ചറും പ്രസൻറ്റും എല്ലാം തന്നെ നിന്നോട് പറയുന്നതായിരിക്കും. ജെക്കിൻസ് എന്ന ഒരുത്തനായിരുന്നു അവനെ ഫോളോ ചെയ്തത്. പക്ഷേ അവൻ മറ്റൊരാളെ കാണാനെടുത്ത് അവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഈ സമയത്ത് ആ പെൺകുച്ചി 3 കാർഡ് അവൻ്റെ ഫ്രണ്ടിൽ നിരത്തുന്നുണ്ട്. ഒരെണ്ണം പാസ്റ്റ്, മറ്റൊന്ന് പ്രസൻറ്റ്, മറ്റൊന്ന് നിന്റെ ഫ്യൂച്ചറാണ്. സോ ഇതിൽ നിന്ന് നീ ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? അവനാട്ടെ പ്രസൻ്റ് ആണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ആ കാർഡിൻ്റെ പേര് ദി ഫൂൾ എന്നായിരുന്നു. പെട്ടെന്ന് മറ്റൊരു സ്ത്രീ അവിടേക്ക് കയറി വരുന്നുണ്ട്. എന്നിട്ടാട്ടെ അവളവിടെ വഴക്കം പറയുന്നുണ്ട്, നീ വീണ്ടും മറ്റുള്ളവരെ പറ്റിക്കുവാണോ? അതായത് ആ കാർഡൊക്കെ എടുത്തത് ഫേക്ക് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഈ സമയത്ത് തന്നെ നേരത്തെ കണ്ടുവരുത്താൻ ആ ഒരു ടെൻറ്റിൻ്റെ അകത്തേക്ക് കയറി വരുന്നുണ്ട്. പക്ഷേ അവനകത്തേക്ക് വരാൻ നേരത്ത് ക്ലെൻ ഓൾറെഡി അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. വീട്ടിലത്തെ ക്ലെൻ ആ ഒരു ടെയിൽസ്മാൻ എഴുതുന്നുണ്ട്. എന്നിട്ട് ബ്രെഡിൻ്റെ കൂടെ റൂമിലെ 4 മൂലയ്ക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും നടുവിലേക്ക് വന്നിട്ട് അവൻ പറയുന്നുണ്ട്,
സോ ഇടത്തോട്ട് തിരിഞ്ഞ് 4 സ്റ്റെപ്പ് സ്ക്വയർ രീതിയിൽ വെക്കണം. എന്നിട്ട് അവൻ മന്ത്രം ജപിക്കാൻ തുടങ്ങും. പക്ഷേ ആ മന്ത്രം ജപിച്ച് തീരാൻ നേരത്ത് അവിടെ ഒന്നും തന്നെ സംഭവിക്കുന്നതല്ല. ഇതെന്ത് പറ്റി? ഒന്നും സംഭവിച്ചില്ലല്ലോ. പെട്ടെന്നാണ് അവൻ്റെ തല വേദനിക്കാൻ തുടങ്ങിയത്. ആ ടേൽസ്മാൻ്റെ കളർ മാറാൻ തുടങ്ങി. അങ്ങനെ നന്നായിട്ട് തലവേദന എടുത്ത് അവൻ്റെ കണ്ണ് വീണ്ടും തുറക്കാൻ നേരത്ത് അവൻ മറ്റൊരു സ്ഥലത്തായിരുന്നു. ഗ്രേ കളറിലെ ഫോഗ് ആയിരുന്നു അവിടെ ഫുൾ ഉണ്ടായിരുന്നത്. അവിടെ ആട്ടെ റെഡും ബ്ലൂ കളറിലെ 2 ലൈറ്റുകളും കാണാം. അറിയാതെ 2 ലൈറ്റിൽസ് അവൻ തൊടുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ ആ ലോകത്തു നിന്ന് 2 മൂലക്കുള്ള 2 പേരെ അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിലൊരു പെൺകൊച്ച് ചോദിക്കുന്നുണ്ട്, സാർ ഞങ്ങളിത് എവിടെയാണ്? ഈ ഡിവൈൻ റൈലം താങ്കളുടേതാണോ? ഡിവൈൻ റൈലമോ? ഇതിനെ അങ്ങനെ വിളിക്കാൻ സാധിക്കുമോ? കാര്യം ഇവിടെ ഒരു ടെമ്പിൾ ഇല്ലല്ലോ. ആ സമയത്ത് തന്നെ പെട്ടെന്ന് അവിടെ ഒരു ടെമ്പിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. അവൻ ചിന്തിക്കുന്നതൊക്കെ അതേപോലെ തന്നെ നടക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ അവിടെ ഒരു വലിയ മേശയും ഇരിക്കാനായിട്ട് കുറച്ചധികം കസേരയും അവൻ നിർമ്മിക്കും. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ചോദിക്കുന്നുണ്ട്, സാർ ആരാണ്? താങ്കൾക്ക് എന്താണ് വേണ്ടത്? പെട്ടെന്ന് അവൻ തന്നെ അവനോട് ചോദിക്കും, ഞാൻ ആരാണ്? ഞാൻ സൂയിയാണോ അതോ ക്ലെൻ മൊറാട്ടിയാണോ? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്കെന്നെ ദി ഫൂൾ എന്ന് വിളിക്കാവുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് അവനവിടെ ഇരിക്കുന്നുണ്ട്. ഇത് ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ പെൺകൊച്ചി ചോദിക്കുന്നുണ്ട്, അറ്റംപ്റ്റോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാവോ? തീർച്ചയായും നിങ്ങളെ ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു വിടുന്നതാണ്. അപ്പോൾ ആ പെൺകൊച്ചി പറയുന്നുണ്ട്, ഇതെന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഇതുപോലത്തെ സൂപ്പർ നാച്ചുറൽ എലമെൻസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വളരെ ആഗ്രഹമുണ്ട്. മിസ്റ്റർ ഫൂൾ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, എനിക്കെങ്ങനെയാണ് ഒരു ബിയോണ്ടർ ആകാൻ കഴിയുന്നത്? ബിയോണ്ടറോ? ഞാനിതുവരെ അതിനെപ്പറ്റി കേട്ടിട്ടില്ലല്ലോ. പെട്ടെന്ന് അവൻ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാളുടെ തലയിലേക്ക് അത് വെച്ചു കൊടുക്കുന്നുണ്ട്. നിനക്കുള്ള ഉത്തരം ഇവൻ നിനക്ക് തരുന്നതായിരിക്കും. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നിനക്ക് ബിയോണ്ടർ ആകണമല്ലേ? നിനക്കൊന്നെങ്കിൽ എവർഗ്രീൻ ഗോഡസ് അല്ലെങ്കിൽ ലോർഡ് ഓഫ് ദി സ്ട്രോം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓർഗനൈസേഷനിൽ ചേരാവുന്നതാണ്. അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ നിനക്ക് ഉറപ്പായിട്ടും ബിയോണ്ടറിൻ്റെ എബിലിറ്റി കിട്ടും. ഒരു സാധാരണക്കാർ ഒരാളും ബിയോണ്ടേഴ്സിനെ അവരുടെ ജീവിതകാലത്തിൽ പോലും കാണാറില്ല. പക്ഷേ ബിയോണ്ടേഴ്സ് നിലനിൽക്കുന്നുണ്ട്. അവരിന്നും ഇരുട്ടുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പക്ഷേ എനിക്കെൻ്റെ ഫ്രീഡത്തിനെ പൂട്ടിക്കെട്ടണമെന്ന് ആഗ്രഹമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ 2 സീക്വൻസ് 9ൻ്റെ ഫോർമുലയുണ്ട്. അത് ഒന്ന് സ്പെക്ടറും മറ്റൊന്ന് സെയിലറുമാണ്. കേട്ടിട്ട് സൂപ്പർ പവേഴ്സ് ആണെന്ന് തോന്നുന്നു. പക്ഷേ എൻ്റെ ട്രാൻസ്മിഗ്രേഷനും അതുമാത്രമല്ല ഈ ഗ്രേ ഫോഗും എല്ലാം ബിയോണ്ടേഴ്സിൻ്റെ പവർ ആയിരിക്കുമോ? മിസ്റ്റർ ഫൂൾ, ഈ കാണുന്ന ജെന്റിൽമാനായിട്ട് ഞാനൊരു കരാർ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. താങ്കൾക്ക് അതിൻ്റെ സാക്ഷിയാകാൻ കഴിയുമോ? തീർച്ചയായും കഴിയുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്യാതറിംഗ് ഇനിയും വെച്ചാലോ? ഗ്യാതറിങ്ങോ? മിസ്റ്റർ ഫൂൾ, എനിക്ക് താങ്കളെ അറിയാം. താങ്കൾ അതിശക്തനാണ്. താങ്കൾക്ക് ഞങ്ങളുടെ സഹായവും വേണ്ട. പക്ഷേ താങ്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും താങ്കളെ സഹായിക്കാൻ കഴിഞ്ഞാലോ? സോ ഇവർ പറയുന്നത് വീണ്ടും ഗ്യാതറിംഗ് വയ്ക്കാനാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സീക്രട്ട് ഇവിടെ പൊളിയുമോ? ഞാൻ ആരാണെന്ന് ഇവർക്ക് മനസ്സിലാകുമോ? ഇത് പേടിച്ച് നിൽക്കേണ്ട ടൈമല്ല. ഞാനിവിടേക്ക് വന്നാൽ മാത്രമേ എനിക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ ഒരു വഴി തെളിയത്തുള്ളൂ. എങ്കിൽ എല്ലാ തിങ്കളാഴ്ചകളിലും കൃത്യം 3 മണിക്ക് തന്നെ ഈ ഗ്യാതറിംഗ് നമുക്കിവിടെ വെക്കാവുന്നതാണ്. പിന്നൊരു കാര്യം, ഒറ്റയ്ക്ക് വരാൻ ശ്രമിക്കുക. ഈ കാര്യം നിങ്ങൾ ആരോടും പറയാനും പാടില്ല. അപ്പോൾ ആ പെങ്കൊച്ച് പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമ്മുടെ റിയൽ നെയിം ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഒരു കോഡ് നെയിം വെച്ചാലോ? ഈ സമയത്ത് ക്ലെൻ്റെ റൂമിൽ വന്ന് ആരോ ഒന്ന് കൊട്ടുന്നുണ്ട്. പെട്ടെന്ന് അവൻ്റെ തലവേദന വീണ്ടും കൂടാൻ തുടങ്ങും. മിസ്റ്റർ ഫൂൾ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ജസ്റ്റിസ് ആയിക്കോളാം. അപ്പോൾ മറ്റവൻ പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഹാങ്ഡ് മാൻ എന്നാണ്. പെട്ടെന്ന് അവൻ പറയുന്നുണ്ട്, നിർത്ത്, എല്ലാം മതി, ഇന്നത്തേക്കുള്ളത് ഇവിടെ ആയിട്ടുണ്ട്. എന്തായാലും ഈ ഗ്യാതറിംഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുവാണ്. അങ്ങനെ അവൻ കണ്ണ് തുറക്കുന്നുണ്ട്. ഈ സമയത്ത് എല്ലാവരും അവരുടേതായ സ്ഥലത്തേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. അവൻ ചോദിക്കുന്നുണ്ട്, ആരാണ്? അവർ പറയുന്നുണ്ട്, ഞങ്ങൾ പോലീസാണ്. ഈ സമയത്ത് ക്ലെൻ പേടിച്ച് ബാക്കിയുള്ളതൊക്കെ ഒളിപ്പിച്ചു നോക്കുന്നുണ്ട്. എന്നിട്ട് പതുക്കെ ഉറങ്ങുന്ന പോലെ നടിച്ചുകൊണ്ട് ആ ഒരു ഡോർ തുറക്കുവാണ്. പെട്ടെന്നാണ് അവൻ ഞെട്ടിപ്പോയത്. നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയല്ലേ? അത് നേരത്തെ അവനെ ഫോളോ ചെയ്ത ഒരാളായിരുന്നു. അവൻ്റെ കൂടെ മറ്റൊരു പോലീസ് ഓഫീസറും ഉണ്ടായിരുന്നു. അങ്ങനെ അവരകത്ത് കയറിയിട്ട് പറയുന്നുണ്ട്, ക്ലെൻ, നിന്റെ കൂട്ടുകാർ സൂയിസൈഡ് ചെയ്തിരിക്കുന്നു. എന്ത്? സൂയിസൈഡ് ചെയ്തിരിക്കുന്നോ? പെട്ടെന്നായിരുന്നു അവൻ ഈ ഡയറി എടുത്തിട്ട് പറഞ്ഞത്. ഇതെന്താണ്? എല്ലാവരും മരിക്കും, ഞാനും മരിക്കുമെന്നോ? എന്താണ് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ളത്? സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ അന്നത്തെ ദിവസത്തിനെ പറ്റി എനിക്കധികം ഓർമ്മയൊന്നുമില്ല. ക്ലെൻ, 27-ാം തീയതി നീ അവിടേക്ക് പോയതിൽ എവിഡൻസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല, അവിടെ നിന്ന് ഒരു ഗണ്ണും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അത് അവിടെ ഇരിപ്പുണ്ട്, അത് അപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. സോ നീ ഇവിടെ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ പറയാം. ഞാൻ ഇന്നവിടെ സൂയിസൈഡ് ചെയ്തു. പക്ഷേ പിറ്റേ ദിവസം എഴുന്നേക്കാൻ നേരത്ത് എനിക്ക് അന്നത്തെ ദിവസത്തെ ഓർമ്മയൊന്നുമില്ലായിരുന്നു. പക്ഷേ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഞാനിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നീ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണല്ലോ. അതുകൊണ്ട് തന്നെ നിനക്ക് സൈക്കിക് വെരിഫിക്കേഷൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നീ ഞങ്ങളുടെ കൂടെ വരണം. സൈക്കിക് വെരിഫിക്കേഷനോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭൂമിയിൽ നിന്നാണ് വന്നതെന്നുള്ള കാര്യങ്ങൾ ഇവർക്ക് അറിയുമല്ലോ. അങ്ങനെ ക്ലെന്നെ കൂട്ടി അവർ നേരെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് പെട്ടെന്ന് ഒരു പയ്യൻ ഒരു ബ്രെഡും കാട്ടുണ്ട് അവരുടെ നേരെ ചാടി വരുന്നുണ്ട്. ഇതാണ് പറ്റിയ സമയമെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ക്ലെന്നായിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാനും നോക്കും. അവൻ വളരെ ദൂരെ ഓടി ഒരു സ്ഥലത്ത് പോയി പാതിരിക്കുന്നുണ്ട്.
ഭാഗ്യം രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. ഈ സമയത്താണ് പെട്ടെന്ന് മുകളിൽ നിന്ന് എന്താ പറയുക ഒരു ജനൽ തുറന്ന് കുറച്ചധികം വെള്ളം അവൻ്റെ മെത്തേക്ക് വീഴുന്നത്. പക്ഷേ പെട്ടെന്ന് ടൈമൊക്കെ സ്റ്റോപ്പ് ആവുന്നുണ്ട്. അവിടെയുള്ള ചുറ്റിനുള്ള എല്ലാ സാധനങ്ങളും സ്റ്റോപ്പ് ആവുന്നുണ്ട്. പേടിച്ചു വച്ച് അവൻ നേരെ വീണ്ടും മുന്നോട്ട് ഓടും. പക്ഷേ മുന്നോട്ട് പോകാൻ നേരത്ത് അവൻ്റെ കാലിൻ്റെ താഴെയുള്ള കല്ല് വരെ മുകളിലേക്ക് പൊങ്ങി അവനെ എതിരെ സഞ്ചരിക്കുവാണ്. വീണ്ടും ക്ലെന്നോടി ഒരു കരേജിൻ്റെ അകത്ത് കയറിയിട്ട് പറയുന്നുണ്ട്, എനിക്ക് പോർട്ടിൽ എത്രയും പെട്ടെന്ന് തന്നെ എത്തണം, തീർച്ചയായും അവിടേക്ക് പോകാം. അങ്ങനെ അത് പോകാനും തുടങ്ങും. പക്ഷേ പെട്ടെന്നാണ് അവന് വഴി തെറ്റിയതുപോലെ മനസ്സിലാണത്. പെട്ടെന്ന് അവൻ നോക്കാൻ നിർത്താണ് അവൻ ആ ഒരു സത്യം മനസ്സിലാക്കിയത്. ആ കരേജ് ഓടിക്കുന്നത് നേരത്തെ വന്ന ആ ഒരു പോലീസുകാരനായിരുന്നു. പെട്ടെന്ന് അവൻ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നു. എന്നാൽ ആ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഡോർ പതുക്കെ തുറക്കുന്നത്. അവിടെയാട്ടെ ആ ഒരു പോലീസുകാരന് നിപ്പുണ്ടായിരുന്നു. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ക്ലെൻ, ഞാൻ ഒന്നുകൂടെ എന്നെ റീഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ഡ്യൂൺ സ്മിത്ത് എന്നാണ്. ഞാൻ ഒരു നൈറ്റ് ഹോക്കാണ്. ഇവൻ എന്തുവാണ് ചെയ്തത്? എൻ്റെ ഡ്രീമിനെ മാനിപ്പുലേറ്റ് ചെയ്യുവാണോ? അതിനർത്ഥം അവന് ഒരു ബിയോണ്ടർ ആണെന്നാണോ? ക്ലെൻ, ഒരു കാര്യം കൂടെ ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്താം. രാത്രിയിൽ ഞങ്ങൾ അതിശക്തരാണ്. അടുത്ത സെക്കൻഡ് തന്നെ അവനെയും പൊക്കിക്കൊണ്ട് നേരെ നമ്മുടെ ഡ്യൂനാട്ടെ മുകളിലേക്ക് പൊങ്ങുവാണ്. ഈ സമയത്ത് പെട്ടെന്ന് ഒരു പെൺകൊച്ചു വന്ന് അവൻ്റെ പുറകിൽ വന്ന് പിടിച്ചിട്ട് പറയുന്നുണ്ട്, പേടിക്കേണ്ട ക്ലെൻ, നീ പേടിക്കേ വേണ്ട. ഞാൻ നിന്നിൽ നിന്ന് കുറച്ച് ഉത്തരങ്ങൾ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ ക്ലെൻ, നീ പേടിക്കേണ്ട. അവൾക്ക് മനുഷ്യരെക്കാൾ ഇഷ്ടം മൃതശരീരങ്ങളോടാണ്. അവനിപ്പോൾ നിൽക്കുന്നത് ഒരു വലിയൊരു കടലിൻ്റെ നടുവിലാണ്. പെട്ടെന്ന് അവൻ്റെ അമ്മേനെ അച്ഛനെ കാണാൻ സാധിക്കും. അവിടേക്ക് പോകാൻ വേണ്ടി പോയപ്പോഴാണ് ആ ഒരു ശബ്ദം അവൻ കേട്ട് തിരിഞ്ഞു നോക്കുന്നത്. ക്ലെൻ, പുറത്തുള്ള മെമ്മറീസ് നമുക്ക് എത്ര വേണമെങ്കിലും മറച്ചു വെക്കാൻ സാധിക്കും. പക്ഷേ നിൻ്റെ ഉള്ളിലുള്ള ആ മെമ്മറീസ് ഒരിക്കലും നിനക്ക് മറച്ചു വെക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് പെട്ടെന്ന് അവനൊന്ന് പിടിച്ചിട്ട് പറയുന്നുണ്ട്, ക്ലെൻ, നീ പറ, നീ ആ നോട്ട്ബുക്ക് എന്ത് ചെയ്തു? നീ അതെടുത്തോ? നോട്ട്ബുക്കോ? ഏത് നോട്ട്ബുക്ക്? ഇല്ല, ഞാൻ എടുത്തിട്ടില്ല, എനിക്കറിയില്ല. എങ്കിൽ ജൂൺ 27-ാം തീയതി നിന്റെ കൂട്ടുകാർക്ക് എന്ത് സംഭവിച്ചു? അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്കിൽ അവസാനമായി ഒരു ചോദ്യം കൂടെ, ക്ലെൻ, അവർ മരിക്കുന്ന ആ ഒരു സമയത്ത് നീ എന്ത് ചെയ്യുമായിരുന്നു? പെട്ടെന്ന് ഒരു തോക്ക് അവൻ വലിച്ചെടുത്തിട്ട് അവൻ്റെ തലയിലേക്ക് വെച്ച് തന്നെ ഒരു അങ്ങോട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവൻ കണ്ണ് തുറക്കാൻ നേരത്ത് ആ പെങ്കൊച്ചിനെ അവന് കാണാൻ സാധിക്കുന്നുണ്ട്. അവളാട്ടെ ഡ്യൂനിനോട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് 3 കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഒന്ന്, അവൻ ഉറപ്പായിട്ടും സൂയിസൈഡ് ചെയ്തു. പക്ഷേ എങ്ങനെയാണ് അവനിപ്പോഴും ജീവനോടെ ഇരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രണ്ടാമത്തെ കാര്യം, അവൻ്റെ മെമ്മറി ലോസ് ആയിട്ടുണ്ട്. നമ്മുടെ നായയുടെ വിൽച്ചിൻ്റെ സ്പിരിറ്റ് കാണാതായപ്പോൾ തന്നെ അവൻ്റെ അത്രയും ഭാഗത്തുള്ള മെമ്മറി മാത്രം കാണാതായിട്ടുണ്ട്. പിന്നെ ആ ഒരു പവർ അവനെ നന്നായിട്ട് തന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നീ എന്തായാലും ഒന്ന് സൂക്ഷിക്കണം. കാര്യം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പാടുപെട്ട ഒരു കേസിൽ വന്ന് പെടുന്നത്. ഡ്യൂനും പറയുന്നുണ്ട്, ആ നോട്ട്ബുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ക്ലെൻ. അതിനർത്ഥം നീ ഇപ്പോഴും ഡേഞ്ചറിലാണെന്നാണ്. പക്ഷേ ഞങ്ങൾക്ക് നിന്നെ ബേബി സിറ്റ് ചെയ്യാൻ ടൈമൊന്നുമില്ല. അതിന് പകരം നിനക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കും. നിനക്ക് ഞങ്ങളൊരു ചാൻസ് തരാൻ പോകുവാണ്. ഞങ്ങളുടെ കൂടെ ഒരു ബിയോണ്ടറായിട്ട് മാറുന്നുണ്ടോ? അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് മാത്രമേ ഈ സീരീസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളൂ.